കുറേ മൃഗശരീരങ്ങളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണേ. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. മരുന്ന് കഴിക്കാനുള്ള ഒരാൾ പള്ളിയുണ്ടൊക്കെ കത്തണമെന്ന്. അവിടെ പട്ടിയെന്ന് മനുഷ്യൻ്റെ മാംസം കഴിച്ചുകൊണ്ടിരിക്കണ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നൈറ്റ് വാരണാസിയിൽ ഇറങ്ങിയേക്കണ കേട്ടോ. സോ നമ്മൾ അഗോരീസിൻ്റെ സ്ഥലമാണ് വാരണാസിയിൽ. താഴത്ത് വന്നുണ്ടോ അഗോരീസിലേക്ക് നിന്നാണ്. എനിക്കറിയില്ല കേട്ടോ ഡയറക്റ്റുള്ള ഇവരുടെ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അവരെങ്ങനെ റിയാക്ട് ചെയ്യും ആടണോ. അവരറിയാത്ത രീതിയിൽ ഞാൻ എടുക്കുന്നു. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇവരൊക്കെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ. നമുക്കിങ്ങനെ ഹോമകുണ്ടം കൂട്ടി ഇങ്ങനെയൊക്കെയാണ്. ലെഫ്റ്റിലുണ്ട്. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ റാൻഡംലി വരുന്ന കഴിക്കാനുള്ള അവരിവിടുത്തെ ചടങ്ങിന് ശേഷം മുകളിലോട് വിടുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ ചടങ്ങ് ദുർഗാദേവിയുണ്ട്. സോ അതിൻ്റെ മുകളിൽ ഒരു ശിവലിംഗമുണ്ട്. എനിക്കറിയില്ല കേട്ടോ, എനിക്കിപ്പോൾ അതിൽ കയറാൻ പറ്റില്ല. നോക്കട്ടെ. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം. അതേതോ പാമ്പയാണ് ആ മുടി വളർത്തിയത്. എന്തോ മീഡിയ ടീം എന്തോ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണം. അവർ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ചിത കത്തിക്കൊണ്ടിരിക്കണേ. സോ അവിടെ ഒഴുക്കാൻ ഡെഡ് ബോഡി ആണോ എനിക്കറിയില്ല. സോറി അത് ഒഴുക്കാനല്ല കേട്ടോ, ഇത് കുളിപ്പിക്കണമെന്ന് തോന്നുന്നു. കത്തിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് അതെടുത്ത് നേരെ കത്തിക്കും. ഇപ്പോൾ ആളുകൾ കൂടിയിട്ടുണ്ട് കേട്ടോ, ഇവിടുത്തെ റിലേറ്റീവ്സ് ആണെന്ന് തോന്നുന്നു. സോ നമ്മളങ്ങനെ ഇപ്പം മണികർണിക ഘട്ടിലെത്തി കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ഇത് കാണാമെന്ന് നോക്കണമെന്ന് തോന്നുന്നു. സോ കത്തിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. കുറേ ചിതകളെ ഇങ്ങനെ ഒരുമിച്ച് കത്തിക്കൊണ്ടിരിക്കും. സോ അവിടെ ഉണ്ടോ എല്ലാം കുറേ മൃതശരീരം അവിടെ കത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വാരണാസിയിലെ മണികർണിക ഘട്ടമുണ്ടോ, അങ്ങനെ കുറേ മൃതശരീരങ്ങളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണേ. ഒരാൾ പള്ളിയുണ്ടൊക്കെ ഒന്ന് കത്തണമെന്ന് അവരിങ്ങനെ റീലെടുക്കാനുള്ള സംഭവം കൊടുത്തിട്ടാണ്. ഹലോ അവിടെ പട്ടിയെന്ന് മനുഷ്യൻ്റെ മാംസം കഴിച്ചുകൊണ്ടിരിക്കണ കേട്ടോ. അവനിവിടെ എവിടെ നിന്നോ കിട്ടിയതാ. ഇതൊക്കെ അവരുടെ ബന്ധുക്കളാരൊക്കെയോ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഈ താഴത്ത് ഒരു ലെയർ കത്തിക്കുന്നുണ്ട് 2 തട്ടിലായിട്ട്. ഇപ്പം 6, 7, 8, 9, 10, 11 ഇവിടെ കത്തുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു 8, 6 കത്തുന്നുണ്ട്. 8 കത്തുന്നുണ്ട് മുകളിലത്തെ അതിൽ. പിന്നെ ഇതിപ്പോൾ മുകളിൽ ആശയം കൊണ്ടുപോയി ഇതേ വരുന്നു. ഫുൾ ടൈം ഇവിടെ കത്തിക്കൊണ്ടിരിക്കട്ടെ.
വേറെ ഫാമിലീസ് മെമ്പേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടോ? ഫുൾ ടൈം ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കും ഫുൾ ടൈം. നാളെ നമ്മൾ ഇത്രയൊക്കെ ഉള്ളു. സോ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക, ചെയ്യാനുള്ളതൊന്നും നമുക്ക് വന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇത്രേ ഉള്ളൂ. That's life. अघोरी और सन्यासियों की होलियों के बीच में खलल डालने का दुस्साहस ना करे। आज्ञा से दिगंबर साधु महात्मा लोग बोलो शंकर भगवान की। हाँ बोलो शंकर भगवान की। हर हर महादेव। जो ना बोलो गंगा जी में जाके नहा ले। അങ്ങനെ നമ്മൾ മണികർണഘട്ടിൻ്റെ തൊട്ട് പുറകിലായിട്ട് വന്നിട്ടുണ്ട് മൃഗശരീരമൊക്കെ കത്തിക്കുന്നതിൻ്റെ. ഇവിടെ നിന്നെല്ലാം കത്തിപ്പോകുന്ന പുക കണ്ട, ഫ്ലഷ് മാംസം കത്തിപ്പോകുന്ന പുകയാണ് ഇവിടെ. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യാം ഇത് എത്ര നല്ലതല്ല ശ്വസിക്കുന്നത്. സോ എന്തായാലും ഇത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ലൈഫൊക്കെ ഇത്രയേ ഉള്ളൂ, വെറും മനുഷ്യൻ ജന്മമല്ലേ നമ്മൾ, ഇത്രയേ ഉള്ളൂ. സോ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ബിലീഫ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇപ്പം എന്ത് പാപം ചെയ്ത മനുഷ്യനായാലും ഇവിടെ കൊണ്ടുവന്ന് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് മോക്ഷം കിട്ടുന്നതാണ് കുറേ ആളുകളുടെ ഒരു ബിലീഫ്. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ആ ഒരു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കുന്നുണ്ട്. അത് വളരെ എക്സ്പെൻസീവാണ്. പിന്നെ ഇവിടെ രാത്രിയാണ് കത്തിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കരിഞ്ഞ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനടുത്ത് എത്താറായി നമ്മൾ. ഇവിടെ തോന്നുന്നുണ്ട് ഇവളുടെ ശമ്പളം കൊടുക്കുന്ന സ്ഥലം ബാക്കിൽ. ഇവിടെ കത്തിക്കൽ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫാമിലി മെമ്പേഴ്സാണ്. ഡോഗാണ്, ഒരു പട്ടിയോടെ എന്തോ തിരയുന്നുണ്ട്. സോ ഉണ്ടാകാനൊക്കെ കത്തിത്തീർന്നു. ഫാമിലി മെമ്പേഴ്സിൻ്റെ കുറേ പേരെ കരച്ചിലൊക്കെ അവസാനിച്ചിട്ടാണ്. മീൻസ് കുറേ ദൂരം ട്രാവൽ ചെയ്ത് തന്നെയല്ലേ, അപ്പോൾ കുറേ ടൈം എടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചില ബോഡിയൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ നല്ല മണം ഫീൽ ചെയ്യുന്നുണ്ട്. ചിലതൊന്നും മണമൊന്നുമില്ല. ദൂരം കൂടുന്തോറും ടൈം എടുക്കും, അതായിരിക്കണം. ഈ ഒരു സ്ഥലത്തിട്ടാണ്ടോ ബോഡിയൊക്കെ കഴുകുന്നത്. ഇവിടെ പട്ടികളുണ്ട്. ഇവന്മാർ ഇവിടുത്തെ ഇങ്ങനെ ഫ്ലഷൊക്കെ തിന്ന് ജീവിക്കുന്നവരാ. കത്തിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ മൈൻഡൊക്കെ കട്ടിയായി. മീൻസ് അവരിതൊക്കെ കണ്ട് മടുത്ത്. സോ ഞാൻ കാണുമ്പോഴുള്ളൊരു എഫക്റ്റ് അല്ല, അവർ പുതിയൊരു ബോഡി കാണുമ്പോൾ ഉള്ളൊരു എഫക്റ്റ്. ജസ്റ്റ് ആ ഒരു ദയ, ആ ഒരു സാധനമൊക്കെ പോയി. ഇപ്പം ഞാൻ ഈ ജോലി ഏർപ്പെടുകയാണെങ്കിലും എൻ്റെ മൈൻഡ് അങ്ങനെ ആയിപ്പോവും. ദാറ്റ്സ് നോർമൽ. ബട്ട് അവർ ആ ബോഡീനോട് ഇടപെടണം കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. കാരണം ഫുള്ള് കത്തിത്തീർന്നിട്ടില്ല, ഇനി കത്താനുണ്ടപ്പോൾ കോലേജ് കുത്തി താത്തണം. അപ്പോൾ കൈ ഇങ്ങനെ ഒടിഞ്ഞ് നിലത്ത് വേണം. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഐ ഫീൽ ലൈക്ക് ഒരു ബോഡീൻ്റെ അടുത്ത് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അവരെ ഞാൻ ബ്ലെയിം ചെയ്ത് പറയണം, അങ്ങനെയൊന്നും അല്ല. അവരെല്ലാവരും ഒരു സംതിങ് ലൈക്ക് ഒരു ക്രൂരതയുടെ മാസ്ക് ഇട്ടവരായിട്ട് എനിക്ക് തോന്നി കേട്ടോ കണ്ടപ്പോൾ. എല്ലാവരും ചില മുഖങ്ങൾ അവരങ്ങനെ പോവും. പിന്നെ അവർ
മൃതശരീരമായിട്ട് പെരുമാറുന്ന രീതി, എല്ലാവരും ഇങ്ങനെ തോർത്തും തലയിൽ കിട്ടി ആ ഒരു മൂടോ. നിങ്ങളെ ലൈഫിൽ ഒരു വട്ടം വേണ്ടി മഞ്ഞവിടാ ഇതൊക്കെ കാണണം. ഇതൊരു തെറ്റല്ലേ ഇത് കാണുന്നത്? മൃതശരീരം എടുത്ത് അറിയാമല്ലോ. സോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സെൽഫ് തിങ്കിങ് വർക്കാവും. അത് ഭയങ്കര രീതിയിലായിക്കഴിഞ്ഞാൽ അതും വിഷയമാണ്. ഞാനൊക്കെ ഈ ഗട്ടിൻ്റെ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കരമായ രീതിയിൽ എന്തൊക്കെയോ ചിന്തിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ലൈഫ് ഒന്ന് പറഞ്ഞാൽ ആരൊക്കെയോ തോപ്പിക്കാൻ വേണ്ടിയാ, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. സോ അതിൻ്റെ ഒരു ആവശ്യം എന്താണ്? എൻ്റെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, പാരൻസിനെ സേഫാക്കുക, അവർക്കൊരു നല്ല രീതിയിൽ അങ്ങനെയൊക്കെ. സോ അതിന് മറ്റൊരാളെ തോൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഒരു ഈഗോ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഐ തിങ്ക് അതൊക്കെയാണ് വിഷയം. ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈഗോ നല്ലതാണ്, മറ്റു രീതിയിൽ നോക്കുമ്പോൾ നമ്മളെ നാശത്തിലോട്ട് നയിക്കും. കാരണം ആക്ച്വലി ബട്ട് അതാണ് ഈ കാശി വന്നിട്ട് തോന്നുന്നത്. കാശി ഈസ് എ ഡിഫറെൻറ്റ് വേൾഡ്. ഐ തിങ്ക് നത്തിങ് ഈസ് ബെറ്റർ ദാൻ കാശി. ഇത് വേറെ തന്നെ വേൾഡാണ്. നിങ്ങളിവിടെ വരണം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. നമ്മുടെ ഐ തിങ്ക് എന്തായാലും നിങ്ങൾ വന്ന ആളായിരിക്കില്ല തിരിച്ചു പോകുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാവുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും വാരണാസിയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നാളെ ഞാൻ വേണ്ടത് പോകും. മേ ബി ഒരു വീഡിയോ കൂടെ വരും. ദാറ്റ്സ് ഓൾ. എന്തായാലും ബൈ. അടുത്ത യാത്രയിൽ കാണാം. ഓക്കെ, ബൈ.